യേശുവിൻ്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും വരെയുള്ള യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന മണിക്കൂറുകൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ചിത്രമായ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് പ്രദർശനത്തിനെത്തിയിട്ട് 20 വർഷം. അരാമിക്, ലാറ്റിൻ, ഹീബ്രു ഭാഷകളിൽ ചിത്രീകരിച്ച 2004 മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്. പ്രദർശനത്തിന് എത്തുന്നതിന് മുമ്പ് ആളുകളുടെ പ്രതീക്ഷകളെയും മുൻവിധികളെയും പാടെ പിഴുതെറിഞ്ഞ് കാഴ്ചക്കാരെ അഭൂതപൂർവവും വൈകാരികവും ആത്മീയവുമായ തലത്തിൽ കൊണ്ടെത്തിച്ച ഈ ചിത്രം ഇന്നും അനേകരെ സ്പർശിക്കുന്നുണ്ട്. സുവിശേഷമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ അഭിനിവേശത്തിൻ്റെ ചരിത്രമാണ് ഇതെന്ന് അന്ന് ചിത്രം കണ്ട ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശദീകരിച്ചതായി അന്നത്തെ പ്രസ് ഓഫീസ് ഡയറക്ടർ ജോക്കിൻ നവാരോവൽസ് വെളിപ്പെടുത്തിയിരുന്നു. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾ നൽകുവാൻ സാധിക്കാതെ സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് KCYM എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നവും അരി, പഞ്ചസാര തുടങ്ങിയ പലചരക്ക് സാധനങ്ങളുടെ സൗജന്യ വിതരണവും നടത്തി. മൂഴിക്കുളം എളവൂർ സപ്ലൈകോയുടെ മുൻപിൽ നടന്ന പ്രതിഷേധ സമരത്തിന് KCYM എറണാകുളം അങ്കമാലി അതിരൂപത പ്രസിഡന്റ് ജിസ്മോൻ ജോൺ അധ്യക്ഷത വഹിച്ചു. കളമശ്ശേരി സോഷ്യൽ വെൽഫെയർ ഡയറക്ടർ ഫാദർ കുരുവിള മരോട്ടിക്കൽ പ്രതിഷേധ സമരവും സൗജന്യ പലചരക്ക് സാധനങ്ങളുടെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ അടിക്കടി ഉണ്ടാകുന്ന വില വർധനവിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അധികാരികളും ഗവൺമെന്റും മനസ്സിലാക്കുന്നില്ല എന്നും സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അധികാരികളുടെ മുൻപിൽ എത്തിക്കുവാൻ KCYM യുവജനങ്ങൾ നടത്തുന്ന പ്രതിഷേധ പരിപാടിയാണെന്നും അതിരൂപത KCYM ഡയറക്ടർ ഫാദർ ജിനോ ഭരണിക്കുളങ്ങര പറഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ KCYM പ്രവർത്തകർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അനുദിനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നിരവധി കുട്ടികൾ പട്ടിണി മൂലം മരണപ്പെടുന്നുവെന്നും അതിനാൽ എത്രയും വേഗം വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തെ മാനിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് ദ ചിൽഡ്രൻ സംഘടന പോഷകാഹാരക്കുറവ് ഏറ്റവും കൂടുതൽ രൂക്ഷമാകുന്നതിനാലും ഗാസയിലേക്കുള്ള സഹായം എത്തിക്കുന്നതിലുള്ള തടസ്സങ്ങൾ തുടരുന്നതിനാലും നിരവധി കുട്ടികളുടെ ആരോഗ്യം നശിക്കുകയും അവരിൽ പലരും മരണപ്പെടുകയും ചെയ്യുന്നു. വാർത്താവിനിമയ സംവിധാനങ്ങളുടെ തകർച്ചയും യാഥാർത്ഥ്യം പുറത്തെത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. 5 മാസമായി തുടരുന്ന യുദ്ധത്തിൽ ഇതിനോടകം 12,500-ലധികം കുട്ടികൾ മരണപ്പെട്ടതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. KCBC പ്രോലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ വലിയ കുടുംബങ്ങളിലെ ഭിന്നശേഷിയുള്ള കുട്ടികളുള്ള കുടുംബങ്ങൾക്കായുള്ള ഹോളി ഫാമിലി എൻഡോമെന്റ് പദ്ധതി പൊതുസമ്മേളനത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സിറോ മലബാർ സഭയുടെ കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ പ്രഥമ പുരസ്കാരം സുനി ജനി ദമ്പതികൾക്ക് നൽകി. ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും ഈ ലോകത്തിന് വലിയ അനുഗ്രഹവുമായിട്ടാണ് കടന്നുവരുന്നതെന്ന് മാർ വാണിയപുരയ്ക്കൽ പറഞ്ഞു. സമൂഹത്തിന്റെ നിലനിൽപ്പും പ്രകൃതിയുടെ സംരക്ഷണവും ദൈവം മനുഷ്യരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഉദരത്തിലെ കുഞ്ഞിന് പിറക്കുവാനുള്ള സാഹചര്യം ഒരുക്കുവാൻ ഓരോ കുടുംബത്തിനും ചുമതലയുണ്ടെന്നും അതിന് പിന്തുണ നൽകുവാൻ സമൂഹത്തിന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ക്രിസ്ത്യാനികളുടെ വിവാഹപ്രായം ഉയർത്തിയ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് പാകിസ്ഥാനിലെ ക്രൈസ്തവ സഭ ക്രിസ്ത്യൻ വിവാഹത്തെക്കുറിച്ചുള്ള 1872 ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ നിയമമാണ് ഇപ്പോൾ ഭേദഗതി ചെയ്തിരിക്കുന്നത്. പുതുക്കിയ നിയമപ്രകാരം മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്ക് വിവാഹം കഴിക്കാനുള്ള കുറഞ്ഞ പ്രായം ആൺകുട്ടികൾക്ക് 16-ൽ നിന്ന് 18-ആയും പെൺകുട്ടികൾക്ക് 13-ൽ നിന്നും 18-ആയും ഉയർത്തി. ക്രിസ്ത്യൻ യുവതീ യുവാക്കളുടെ വിവാഹപ്രായം 18 വയസ്സായി വർദ്ധിപ്പിക്കണമെന്നത് ക്രിസ്ത്യൻ നേതാക്കളുടെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു. ഈ മാറ്റം പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നേരത്തെയുള്ള വിവാഹങ്ങൾ തടയുകയും അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുമെന്ന് ചർച്ച് ഓഫ് പാകിസ്ഥാൻ പ്രസിഡന്റ് ബിഷപ്പ് ആസാദ് മാർഷൽ പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.